നിശബ്ദമായ നിശ, കൂരിരുട്ട്, ചീവീടുകളുടെ സ്വരം മാത്രം, ഇരുട്ടിൽ കരിയിലകളുടെ ഇടയിൽ പാദപതനങ്ങൾ. അതായത് മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. ഇന്നത്തെ ടോപ്പിക് ഹൂഡനെറ്റ്സ് ആണ്. അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ്. ഒരുപാട് ഉണ്ട് മലയാളത്തിലും മറ്റു ഭാഷകളിലും. അപ്പോൾ അതുവഴി നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് മീ സന്ദീപ്, വിത്ത് മീ ലേഖ, കൃഷ്ണകുമാർ ആൻഡ് അനൂപ്. ഇപ്പോൾ എഴുതാപ്പുറത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ തന്നെ തുടങ്ങാമെന്ന്. അപ്പോൾ ഞാൻ ഹൂഡനെറ്റ്സ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും സ്കൂളിൽ നിന്ന് തുടങ്ങിയ സെയിം സാധനങ്ങളായിരിക്കും. ഫേമസ് 5, സീക്രട്ട് 7, ഹാർഡി ബോയ്സ്, നാൻസി ഡ്രൂ. അത് എല്ലാം ഹൂഡനെറ്റ്സ് ആയിരുന്നു. ഒരു ആദ്യത്തെ കുറച്ച് നാൾ ഉണ്ടായിരുന്നു ഒരു രസം. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 പേജ് 5 പേജ് കഴിയുമ്പോൾ തന്നെ അറിയാം ആരാണ് സംഭവം എന്ന്. അത് കാരണം ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അങ്ങ് ത്രില്ല് വിട്ടു. പക്ഷെ തുടങ്ങിയത് അതിൽ നിന്നാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കയറി പിടിച്ചത് ഷെർലക് ഹോംസ് തന്നെയാണ്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 10ാം ക്ലാസ്സിൻ്റെ വെക്കേഷന് മുത്തച്ഛൻ്റെ വായനശാലയിൽ ഒരുമാതിരി എല്ലാ ഷെർലക് ഹോംസിൻ്റെ കഥകളുടെയും നോവലുകളുടെയും ഷോർട്ട് സ്റ്റോറീസിൻ്റെയും മലയാളം വിവർത്തനം ഉണ്ടായിരുന്നു. ഭാസ്കരവില്ലയിലെ വേട്ടനായി എന്നൊക്കെ പറഞ്ഞ്, ഭീതിയുടെ താഴ്വര, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മുത്തച്ഛൻ അതൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. പിന്നെ ആദ്യം മലയാളം വായിക്കുമായിരുന്നു, പിന്നെ അത് ഇംഗ്ലീഷും വായിച്ച് അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓർമ്മയിൽ ഷെർലക് ഹോംസിന്റെ ഏറ്റവും എനിക്ക് തങ്ങി നിൽക്കുന്നത് ഹൗണ്ട് ഓഫ് ബാസ്കർവില്ലീസ് തന്നെയായിരുന്നു. ആ വായിച്ചു തുടങ്ങുമ്പോൾ ആ ഇടയ്ക്ക് നമുക്ക് അത് വായിച്ചു തുടങ്ങുമ്പോൾ നമ്മളും ജീവിതത്തിൽ അറിയാതെ ഒരു ഷെർലക് ഹോംസ് ആയിപ്പോവും. ഒരു കത്ത്, ആരെങ്കിലും എഴുതിയ കത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആളെ മനസ്സിലാക്കാൻ നോക്കുക, ആളുടെ സ്റ്റൈലും മനസ്സിലാക്കാൻ നോക്കുക, പിന്നെ അവരുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മനസ്സിലാക്കാൻ നോക്കുക. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തതായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങളുടെയൊക്കെ ഷെർലക് ഹോംസ് മെമ്മറീസിലേക്ക് പോയാലോ? എന്റെയും ഫേവറേറ്റ് ഒരു ഡിറ്റക്റ്റീവ്, ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഹി വാസ് ദ ഓൺലി ഡിറ്റക്റ്റീവ്. സാൻഡി പറഞ്ഞ പോലെ ഞാനും അരങ്ങേറ്റം കുറിക്കുന്നത് ഷെർലക് ഹോംസ് വെച്ച. ഓക്കെ, അപ്പൊ അതില് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, സാൻഡി പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞൊരു സീരീസ് ഓഫ് സ്റ്റോറീസ് ആൻഡ് നോവൽസ് ആണ് ഷെർലക് ഹോംസ്. അതിൽ ഒരു രംഗമുണ്ട്, ലൈക്ക് വാട്സന്റെ കണ്ണനങ്ങുന്ന കണ്ടിട്ട്, മീൻസ് പുള്ളിയുടെ ഈ കണ്ണ് എങ്ങോട്ടൊക്കെയാ പോകുന്നത്. അവരൊരു ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്, ഫയർ പ്ലേസ് ഒക്കെ ഉണ്ട്, അപ്പൊ തീയൊക്കെ കായുകയാണ്. വാട്സന്റെ കണ്ണ് ആ ലിവിംഗ് റൂമിലെ സാധനങ്ങളിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഷെർലക് ഹോംസ് ഡിഡ്യൂസ് ചെയ്യും, ലൈക്ക് എന്തിനെ കുറിച്ചാണ് വാട്സൺ ആലോചിക്കുന്നത്, പുള്ളി പുതുതായിട്ട് എന്തെങ്കിലും ചിന്തിക്കുകയാണോ അതോ പഴയത് അയവർക്കുകയാണോ എന്നൊക്കെ കറക്റ്റായിട്ട് ഡെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ രംഗമുണ്ട്, ഷെർലക് ഹോംസും പുള്ളിയുടെ ചേട്ടൻ മൈക്രോഫ്റ്റ് ഹോംസും കൂടെ ഒരു ഫാദറും മോളും കൂടെ നടന്നു പോകുമ്പോൾ അവരെ നോക്കിയിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് ഡെഡ്യൂസ് ചെയ്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ലൈക്ക് ബേസിക്കലി ആ ഫാമിലിയുടെ ഫുൾ ഹിസ്റ്ററി. ഇത് ഈ ഒരു ഇന്ററാക്ഷൻ കണ്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ഡോക്ടർ വാട്സൺ. അപ്പൊ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് ഇങ്ങനെ ചില സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതും പഠിക്കാൻ പറ്റും. അതേപോലെ ഒന്ന് ആ സമയത്ത് എനിക്കൊന്ന് പൊതുവെ ആ സമയത്ത് പച്ച പിടിച്ച് വന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഗ്രാഫോളജി. ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഒരാൾക്കാരുടെ സ്വഭാവം നമുക്ക് ആ റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ഒക്കെ കുറച്ച് ആ സമയത്ത് കുറെ ബുക്സ് ഒക്കെ ഇറങ്ങിയിരുന്നു, പലപ്പോഴും ഗ്രാഫോളജിയുടെ, പിന്നെ സെലിബ്രിറ്റീസിന്റെ ഒപ്പ്. അപ്പൊ നമ്മളും ചെറുതായിട്ടൊരു ഡിറ്റക്റ്റീവ് ആകാൻ നോക്കും, അതിൽ നിന്ന് എന്ത് നമുക്ക് ഡിഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പ്രോബബ്ലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്യൂഡോ സയൻസ്, ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം സെലിബ്രിറ്റീസിന്റെ പേഴ്സണാലിറ്റീസ് എങ്ങനെയാണെന്ന്. വി ആർ ട്രൈങ് ടു റീഡ് ദാറ്റ് ഇൻ ടു ദ സിഗ്നേച്ചർ. പെലയുടെ ഒപ്പൊക്കെ കണ്ടിട്ടുണ്ട്, അത് ഫുട്ബോൾ പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്.
ഹിറ്റ്ലറുടെ അവസാനത്തെ ഒപ്പായപ്പോഴത്തേക്ക് അവസാനം ഡിപ്രഷനിലേക്ക് പോയി എന്നൊക്കെ താഴേക്ക് പറഞ്ഞു. താഴേക്കാണ്, അതായത് കുഴിയാണ്. താഴേക്ക് പിന്നെ മറ്റേ ഫ്രെഡ് ഓസ്റ്റെയർ എന്ന് പറയുന്ന ആ ഡാൻസറിന്റെ ഡാൻസറുടെ ഡാൻസ് ഒപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സ്. നീലാംസ്ട്രോങ് റീച്ചിങ് ഫോർ ദ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുടെ ഒപ്പിലൊരു ഉം. ഇതുണ്ട്, ഫ്ലറിഷ് ഉണ്ട്. മുകളിലോട്ട്. അപ്പം ഷെർലക് ഹോംസ് മാത്രം വായിച്ചിരുന്ന സമയത്ത് പോലും ഞാൻ ഷെർലക് ഹോംസ് ഫാനായിരുന്നു, ഫാനറ്റിക് ആയിരുന്നു. ഷെർലക് അതില് ഹോംസ് ആണ് ലൈക്ക് മരിച്ചിട്ടും പുള്ളിയെ ആൾക്കാര് സമരം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന തിരിച്ചു ഒരു കൊണ്ടുവന്നാണ്. ക്യാരക്ടറാണ്. അതെ അതെ അതെ. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഡിസ്റ്റിങ്ഷൻ ഇസ് വിത്ത് എനി അതർ ക്യാരക്ടർ. അതും എനിവേ അതിൽ വേറെയും കുറെ പുള്ളിയുടെ ഭയങ്കര രസമുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. അതൊരു മറന്നു വെച്ച് പോയ ഒരു തൊപ്പി വെച്ചിട്ട് ഡെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓർമ്മയുണ്ടോ? ആ തൊപ്പിയുടെ അരികുകളിൽ എന്തോ പിടിപ്പിച്ചിരിക്കണതും ഒക്കെ വെച്ചിട്ട് പുള്ളി കുറെ നോക്കി. എന്നിട്ട് ഏറ്റവും സമയം പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണെന്ന് പറയാം. അതെങ്ങനെ മനസ്സിലാക്കുന്നത്? തൊപ്പിയുടെ വലിപ്പം കണ്ടെത്ത അത്രയും വലിയ തലയുള്ള ആൾക്ക് അതിന്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണമല്ലോ എന്ന്. അതുപോലെ മറ്റേ കാർബൺകളായിരുന്നു തോന്നുന്നു, തൊപ്പി ബ്ലൂ മുടി കാർബൺ വെട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതുപോലെ വേറൊരെണ്ണം ഉണ്ടല്ലോ, മറ്റേ ചുവപ്പ് തലമുടിക്കാരുടെ സംഘം, ബാൻഡ് ഓഫ് അല്ലല്ല, റെഡ് ഹെഡ്സ്, റെഡ് ഹെഡഡ് ലീഗ്. റെഡ് ഹെഡഡ് റെഡ് ഹെഡ് ലീഗ്, റെഡ് ഹെഡ് ലീഗ്. അതില് അവസാനം ഇവരെ പോയി ആ വീട്ടിൽ കൊട്ടും. അപ്പൊ അയാള് ഇറങ്ങി വരും. എന്നിട്ട് വാട്സന്റെ അടുത്ത് പറയും, നിങ്ങൾ അയാളുടെ മുടി കണ്ടോ? ഞാൻ അയാളുടെ മുടിയിലല്ല, ഞാൻ അയാളുടെ മുട്ടിലാണ് നോക്കിയതെന്ന് പറയും. അതെ, സിമിലർ സീൻ ഒരുപാട് സ്റ്റോറീസിലുണ്ട്. പ്രത്യേകിച്ച് ഭാസ്കർ വിൽസനകത്തും ഉണ്ട്. ആ വാക്കിംഗ് സ്റ്റിക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ. ഒരു വിസിറ്റർ വന്നിട്ട് പുള്ളിയുടെ വാക്കിംഗ് സ്റ്റിക്ക് മറന്നു വെക്കും. മറന്നു വെക്കും. അത് തുടക്കത്തിൽ ഓപ്പണിങ് അതാണ്. തുടക്കത്തില്. അപ്പൊ അങ്ങനെ കുറെ അങ്ങനത്തെ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു ഒരു ആരാധനയൊക്കെ വരും. ഷെർലക് ഹോംസിന്റെ എനിക്ക് തോന്നുന്നു ഒരു മേ ബി സംതിങ് വിച്ച് ഈസ് വെരി സുപ്പീരിയർ കമ്പയർ ടു അതേഴ്സ്. ഇപ്പൊ അഗത ക്രിസ്റ്റിയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണ് ആൾക്കാരെ കൊല്ലുന്നതും ട്വിസ്റ്റിന്റെ കാര്യമാണ്. ഷെർലക് ഹോംസ് ആ ട്വിസ്റ്റ് റിലേ ചെയ്യാതെ ഇറ്റ് ടേക്സ് us through that process, ഡിഡക്ഷനിലൂടെ കണ്ടുപിടിക്കുന്ന സംഭവം. അതെ അതെ, ഒരു വളരെ മെത്തേഡിക്കലാണ് മെത്തഡിക്കലാണ്. ഓൾമോസ്റ്റ് നമുക്ക് ദിസ് ഇസ് സയന്റിഫിക് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഹൂഡനറ്റ്സ് ആണ്. പ്രത്യേകിച്ച് ഹൂഡനറ്റ്സും ഹൗഡനറ്റ്സും ആണ്, പ്രത്യേകിച്ച് നോവൽസ്. സോ ഇമേഴ്സീവ്. സോ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഷെർലക് ഹോംസ് ജയിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. ചില there were some cases where he absolutely failed. മറ്റേ സ്പെക്കിൾഡ് ബാൻഡിൽ എന്തോ അല്ലേ? അത് ഫെയിലായിട്ട് ഞാൻ കണക്കൂട്ടുന്നില്ല. കാരണം അത് ലാസ്റ്റ് വില്ലന് പോയി കിട്ടുകയല്ലേ. വെള്ളിപ്പൊട്ടുള്ള നാട, പുള്ളിക്കുത്തുകളുള്ള നാട, പുള്ളിക്കുത്തുള്ള നാട്, സ്പെക്കിൾഡ് ബാൻഡ്. സ്പെക്കിൾഡ് ബാൻഡ്. അതാണ് ഞാൻ സിൽവർ ആദ്യം ബ്ലേസ് കേട്ടത്. കൊണ്ടൊരു കഥയുണ്ട്. സിൽവർ ബ്ലേസ്, കുതിരയുടെ. ആക്ച്വലി അതിനകത്ത് ആരാണ് ഹൂ ഡൺ ഇറ്റ് എന്നുള്ള അവസാനമല്ല മനസ്സിലാവുന്നത്. അതായത് ഒരു നമ്മളത്രയും നേരം നമ്മുടെ ഡിഡക്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനുഷ്യനാണെന്ന് വിചാരിച്ച് ആക്ച്വലി ആരാണ് വില്ലൻ എന്നുള്ളത് അവസാനമാണ് മനസ്സിലാകുന്നത്. മരിച്ച ആളാണ് വില്ലൻ എന്ന് പറയുന്ന കഥയുണ്ട്. അങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട്. കാരണം അത്രയും കഥകൾ വായിക്കുന്നത് നമ്മളൊരു കളക്ഷൻ ആയിരിക്കുമല്ലോ വായിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് വില്ലനും അങ്ങനെ ഒരു നോഷനാണുള്ളത്. ഇന്ന ആൾ വില്ലനായിരിക്കും, ഇന്നത് ഇയാളാണ് നായകൻ. എങ്ങനെയാണ് അവസാനം നമ്മൾ ഈ പറഞ്ഞ വിക്ടിമാണ് ആക്ച്വലി വിക്ടിമാണ് നായകൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ വിക്ടിമിനോടാണ് നമുക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഇവിടെ എല്ലാം നേരെ തിരിഞ്ഞു. ആക്ച്വലി പുള്ളി സ്കാർലെറ്റും അത് തന്നെയാണല്ലോ. അതെ, സ്റ്റഡി ഇൻ സ്കാർലെറ്റ് അതല്ല ഫസ്റ്റ് ഷെർലക് ഹോംസ് ആദ്യമായിട്ട് വന്നു. ഇത് ഈ കോനൻ ഡോയിൽ ആക്ച്വലി പുള്ളിയെ ബേസ് ചെയ്തിരിക്കുന്നത്, ഇൻസ്പിറേഷനായിട്ട് എടുത്തിരിക്കുന്നത് അന്നത്തെ അങ്ങേരുടെ സുപ്പീരിയർ. പുള്ളി ഒരു ക്ലർക്കായിരുന്നു, ഒരു ഫിസീഷ്യൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, ജെയിംസ് ബെല്ലോ അങ്ങനെ എന്തോ ആണ് പേര്. അതിലൊരു റോയൽ കോളേജ് ഓഫ് ഫിസീഷ്യൻസിലെങ്ങാണ്ടുള്ള ഒരാളാണ്, RCP ആയിരുന്നു. അപ്പോൾ മൂപ്പർ ഇങ്ങനെയാണ് മറ്റേ രോഗികളെ ഡയഗ്നോസ് ചെയ്യുന്നത്. വളരെ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, അത് ഏതോ ഒരു സ്ഥലത്ത് എഴുതിയിട്ടൊക്കെ ഓർമ്മയുണ്ട്. അതായത് ഒരു പുള്ളി ഇരിക്കുന്നത് ലാംഗ്വേജ് ഇതല്ല, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. ഹീ സാറ്റ് ലൈക്ക് എ റെഡ് ഇന്ത്യൻ. ഹി യൂസ് ടു സിറ്റ് ലൈക്ക് എ റെഡ് ഇന്ത്യൻ ഇൻ ഹിസ് സ്മോൾ ചെയർ. ഹിസ് ലാംഗി ഫ്രെയിം വാസ് പൊസിഷൻഡ് ഇൻ എ സ്മോൾ ചെയർ ആസ് ഇഫ്
പുള്ളി വരുമ്പോൾ തന്നെ, അതായത് ആ രോഗി മുറിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് തുടങ്ങും ഡിറ്റക്ഷൻസ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഭവം എന്ന് പറയാനുള്ള കാരണം, ഈവൻ ആ സമയത്ത് ടൊബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് പൈപ്പിൽ അല്ലെങ്കിൽ മറ്റേ നേരിട്ട് ടൊബാക്കോ കഴിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പൈപ്പിൽ അത് ചെയ്ത് കഴിക്കുന്നവരുണ്ടാവും. സിഗരറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ടൊരു സമയമായത് കൊണ്ടാണ് ഇന്ന ചാൻസസ് ഒക്കെ ഉള്ളൂ. അവരുടെ കയ്യിൽ ആ വിരലിലുണ്ടാവും ടൊബാക്കോയുടെ എങ്ങനെയാണ് ട്രേസ് വരുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും സ്റ്റെയിൻസ്. അപ്പോൾ അത് വിരലിൽ കാണാം, അല്ലെങ്കിൽ ഫിംഗർ നെയിൽസിൽ കാണാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. യെസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പുള്ളി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കഥയ്ക്കകത്ത്. അതുപോലെ നടക്കുന്നത്, കാലിൽ പറ്റിയിരിക്കുന്ന ചെളി കൊണ്ട് പുള്ളി എവിടുന്നാണ് വന്നത്. ഷെർലക് ഹോംസിന്റെ ഈ കുറെ ഡാറ്റാബേസുകളുണ്ട്. ഏത് ചെളി എവിടുന്നാ വന്നത്, ഏത് സൈസ് ടൊബാക്കോ എവിടുന്നാണ്. പുള്ളി അതിനെ കുറിച്ച് ഓരോ മോണോഗ്രാഫുകൾ എഴുതിയിട്ടുണ്ട്. മറ്റേ സിൽവർ ബ്ലേസിനോട് സിമിലർ ആയിട്ട് മറ്റൊരു കഥയാണ്, ഏതൊരു ബ്രിഡ്ജിന്റെ കേസ്. ലൈക്ക് ഒരു സ്ത്രീയെ ഒരു ബ്രിഡ്ജിന്റെ അവിടെ വെച്ച് ആരോ വെടിവെച്ച് കൊന്നു. അപ്പൊ ഹൂ ഇസ് ദ മർഡർ എന്നുള്ളത് അന്വേഷിച്ച് വരുമ്പോ ട്വിസ്റ്റ് പറയാലോ അല്ലേ? ഓക്കെ, അപ്പൊ സ്പോയിലർ പുള്ളിക്കാരി ആരും കൊന്നയല്ല, ആത്മഹത്യ ചെയ്തതാണ്. പക്ഷെ അത് വേറൊരാളെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരി മനഃപൂർവ്വം ചെയ്തത്, വേറൊരു സ്ത്രീയെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ചെയ്തത്. അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ടൈപ്പ് കുറെ ട്വിസ്റ്റുകൾ, അങ്ങനത്തെ കുറെ എൻഡിങ്സ് ഉണ്ട്. യൂഷ്വലി നമുക്ക് ഹൂഡനറ്റ്സിൽ ഒരു വില്ലൻ ഉണ്ടാവും, കൃഷ്ണകുമാർ പറഞ്ഞ പോലെ ഒരു വില്ലൻ ഉണ്ടാവും. പക്ഷെ ഇതിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു ആത്മഹത്യ, പിന്നെ അത് ഒരുപാട് മനുഷ്യരുടെ അവസ്ഥയാണ് കാണിക്കുന്നത്. ലൈക്ക് ഒരു എക്സ്ട്രീം വരെ പോയിട്ട് ഒരാളെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രീം വരെ പോകുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര എന്താ പറയുന്നത്, ഇറ്റ് ബ്ലൂ മൈ മൈൻഡ്. ആ ടൈപ്പിലുള്ള കഥകളായിരുന്നു ഷെർലക്കിന്റെ. എനിക്ക് പക്ഷെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഐ ലവ് ഷെർലക് ഹോംസ്. സ്റ്റഡി ഓഫ് സ്കാർലെറ്റ്, ഈ പുള്ളിക്കുത്തുള്ള നാടിയാണ് ഞാൻ ആദ്യം കേട്ട കഥയാണത്. അങ്ങനെ ഒരു ഷെർലക് ഹോംസ് ഞാൻ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്ന ബുക്ക് വായിച്ചിട്ടല്ല, ഈ കഥ കേട്ടിട്ടാണ്. എനിക്കൊരു ചെറിയൊരു ഒബ്സെഷൻ ഉണ്ട്, ഹാവ് ടു റീഡ് എ ബുക്ക് ഫ്രം ദ ഫസ്റ്റ് ബുക്ക് എന്നുള്ള. അപ്പൊ അങ്ങനെ ഞാൻ സ്റ്റഡി ഓഫ് സ്കാർലെറ്റ് എടുത്ത് വായിച്ചപ്പോൾ ഐ വാസ് ഹുക്ഡ്. ബിക്കോസ് ആ വാട്സന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ഇറ്റ്സ് ക്വൈറ്റ്, വരുമ്പോ തന്നെ ഇയാള് എന്താ പറയാ ആർമി വെറ്ററൻ ആണെന്ന് കണ്ടുപിടിക്കുന്നതും, ആ ഹോൾ ഡിഡക്ഷൻ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. മൈ ഓൺലി പ്രോബ്ലം ഇസ് ഇറ്റ് ഡസ് നോട്ട് ലീവ് മച്ച് ഫോർ ദി റീഡറിന് സ്വന്തമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ മാത്രമുള്ള ക്ലൂ ഒന്നും ഷെർലക് ഹോംസ് തരുന്നില്ല നമുക്ക്. ബാക്കി ഒരുപാട് പുസ്തകങ്ങൾ, ഇഫ് യു റീഡ് ജാപ്പനീസ് ഓതേഴ്സ്, they've given you everything that you need to solve this yourself. അവസാനത്തെ ചാപ്റ്റർ ഇസ് ഓൺലി എ റിവീൽ, ബാക്കി മൊത്തം നമ്മുടെ കയ്യിൽ തന്നിട്ട്. പക്ഷെ ഷെർലക് ഹോംസിന്റെ വാട്സനെ കാണുന്നത് ഷെർലക് ഹോംസ് ആണ്, നമ്മളല്ല. ഷെർലക് ഹോംസിന്റെ വാട്സന്റെ കണ്ണ് പരതുമ്പോൾ ആ റൂമിൽ എന്താ ഉള്ളതെന്ന് കാണുന്നത് നമ്മൾ കാണുന്നില്ല. ആ റൂം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല, അയാളുടെ ഐ മൂവ്മെന്റ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടില്ല. ഫൈനലി ഷെർലക് ഹോംസ് വാട്സൺ എന്തെങ്കിലും ഇരിക്കുമ്പോ അതിനൊരു മറുപടി പറയും, ആസ് ഓഫ് ദർ വാസ് എ തോട്ട് ഇൻ ഹിസ് മൈൻഡ്. അപ്പോഴാണ് വാട്സൺ ചോദിക്കുന്നത്, ഹൗ ഡു യു നോ വാട്ട് ഐ വാസ് തിങ്കിങ്. അപ്പോഴാണ് ഇറ്റ്സ് ഫൺ ടു റീഡ്. പക്ഷെ ആസ് എൻ റീഡർ ഇറ്റ് ഡസന്റ്, നമുക്കതിലൊന്നും ചെയ്യാനില്ല. ആൻഡ് ഷെർലക് ഹോംസ് ഇസ് എൻ അറഗന്റ്, ഭയങ്കര അറഗന്റ് ആണ്. പുള്ളിക്ക് ആരെയും ഇഷ്ടമല്ല, പുള്ളിക്ക് ആകെ ഇഷ്ടം വാട്സനെയാണ്. അത് നമ്മൾ അറിയുന്നത് തന്നെ ആ ബുക്കിൽ. ഒബ്വിയസ്ലി വി നോ ഹി ലൈക്സ് ഹിം, പക്ഷെ ഒരു ഇമോഷണൽ കണക്ട് ഉള്ള ആളാന്ന് ഒരിക്കലും ഫീൽ ചെയ്യുന്നത്. ഹീസ് എൻ ഓപ്പിയം അഡിക്റ്റ്. വയലിൻ വായിക്കും, ഓപ്പിയം അഡിക്റ്റ് ആണ്, OCD ഉണ്ട്, കുറെ. ഹീസ് ലൈക്ക്, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ബിഗ് ബാങ് തിയറിയിൽ ഷെൽഡന്റെ കൂടെ താമസിക്കാൻ ആർക്കും പറ്റില്ല, അത് ലെനർഡിന് മാത്രമേ പറ്റുള്ളൂ. അത് അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഒബ്നോക്ഷ്യസ് ആണ്, അല്ലെങ്കിൽ ഹൈലി ബാക്കിയുള്ളവരുടെ സപ്പാർ ഇന്റലിജൻസിനോടൊക്കെ ഒരു പുച്ഛമുള്ള ഒരാളാണ് ഷെർലക് ഹോംസ്. എനിക്ക് ആക്ച്വലി ഞാൻ ഷെർലോക്ക് എന്നൊരു സീരീസ്, ബെനഡിക്ട് കംബർബാച്ചിന്റെ സീരീസ് കണ്ടിട്ടാണ്. അതിൽ വാട്സൺ ആയിട്ട് ദിസ് വൺ ഡയലോഗ്, ഐ ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ വാട്സൺ ഗെറ്റ്സ് വെരി ഹേർട്ട്.
ഒറ്റ scene is what made Sherlock Holmes more human for me, because Sherlock Holmes said, "You didn't listen to what I said. I said I don't have friends. I have only one friend." അത് വാട്സൺ ആണ് എന്ന് പറയുന്ന ഒരു സീൻ ഉണ്ട് അതില്. And that's ബെസ്റ്റ് the മാൻ most. സ്പീച്ച് ഉണ്ടല്ലോ അതിനകത്ത്. ഉം. അതാണ് മിക്കവാറും ഈ ഷെൽഡന്റെ കാര്യം പറഞ്ഞപ്പോഴും ഷെർലക് ഹോംസിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഷെൽഡന്റെ നോബൽ അക്സെപ്റ്റൻസ് സ്പീച്ചും ഷെർലക് ഹോംസിന്റെ ബെസ്റ്റ് മാൻ സ്പീച്ചുമാണ്. മീൻസ് അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന ആൾക്കാരുണ്ട്. അതായത് അത്രയും നേരം ഒബ്നോഷ്യസ് ക്യാരക്ടറാണ്, പക്ഷെ അതിലാകെ ഒരു ഹ്യൂമൻ സൈഡ് ഇത് മാത്രമേ ഉള്ളൂ. അത്രയും നാളെ പുള്ളി ഒരു റോബോട്ടാണ്. redeeming side ഉള്ളത് അതില് മാത്രമാണ്. And I don't think the Booksley has ever had a redeeming side. Watson's been there observing, writing. വാട്സൺ അയാൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഒരു എനിക്ക് അങ്ങനത്തെ ക്യാരക്ടർ സെയിം. ഐ തിങ്ക് ഹെർക്യൂൾ പോയിറോന്റെയും സിമിലർ ആണല്ലോ. ഇസ് ഓൾസോ വെരി ഒബ്നോക്ഷ്യസ്. ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ ഇത്ര ഒബ്നോക്ഷ്യസ് ആവേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി അവരുടെ കാഴ്ചപ്പാടിൽ അവർ കുറച്ച് സുപ്പീരിയർ ആണ്. മേ ബി ഇൻ റിയൽ ലൈഫ് ഓൾസോ ദാറ്റ് ഈസ് ഓൾസോ സംവാട്ട് ട്രൂ. പക്ഷെ why do I have to deal with these idiots? അതാണ് attitude. You പിള്ളേരെ bring the IQ പഠിപ്പിക്കുമ്പോ of this room down. അത് ഇങ്ങനോട് പറയുന്നില്ലേ, ആ സൂപ്രണ്ടിനോട് പറയുന്നത്. ഇൻസ്പെക്ടർ വരുമല്ലോ, അപ്പൊ യു ജസ്റ്റ് Let's ബ്രോട്ട് try ഡൗൺ ദ IQ. It's just how insulting can you be? Just brought down the IQ of this room. ആക്ച്വലി അർഗൻ ക്യാരക്ടറെ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും. നമ്മൾ അതിന് റിസെൻഡ് ചെയ്തിട്ട് പുള്ളിയുടെ മറ്റേ സൈഡ് ഇഷ്ടപ്പെടാൻ എന്തൊരു പേര് പറയുള്ളൂ അതിന്, എന്തോ ഒരു സൈക്കോളജി ഉണ്ട്, ഞാൻ മറന്നുപോയി. ഒരു grudgingly ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അതെ അയാളെ. Is it, you know? എനിക്കൊന്ന് ഒരു റിക്കറിംഗ് തീം ഇതാണ്. ഷെർലക് ഹോംസിന് ഭയങ്കര ബോറടിയാണ്. ഒരു കേസ് കഴിയുമ്പോഴേക്ക് ഞാൻ തിരിച്ച് വീണ്ടും എന്റെ ബോറിംഗ് ജീവിതത്തിലോട്ട് തിരിച്ചു പോകുന്നു. പുള്ളിക്ക് സോൾവ് ചെയ്യാൻ പസിൽസ് ഇല്ല. പുള്ളിയുടെ അരഗൻസ് ഒക്കെ ഞാൻ ചെറുതായിട്ട് അങ്ങ് ക്ഷമിച്ചു കൊടുക്കണം. ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ഒന്ന് ഐ എം എ ഫാൻ ബോയ്, പിന്നെ ഹീസ് മേ ബി ന്യൂറോ ഡൈവേർജന്റ്. വി ക്യാൻ ഫോർഗിവ് ഹിം ഫോർ ദാറ്റ്. പിന്നെ കുറച്ച് ഇതുണ്ട് കേട്ടോ. ഒരു കാര്യം പറയണം, കുറച്ച് റേസിസ്റ്റ് ആണ് ആർതർ കോണൻ ഡോയിൽ. അഗൈൻ ഹീസ് എ മാൻ ഓഫ് ഹിസ് ടൈംസ്. സൈൻ ഓഫ് 4 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നോവലാണ്. ഒരുപാട് വട്ടം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു പാസേജ് ഉണ്ട് ഇന്ത്യക്കാരെ കുറിച്ച് പറയുന്നത്. I think the phrase was something like 4,000 black devils launched upon the whites. അങ്ങനെ എന്തോ ആണ്. പിന്നീട് അങ്ങോട്ട് കുറച്ച് ചില ഭാഗത്തൊക്കെ കുറച്ചും കൂടെ ഭയങ്കര The ഡിസ്ക്രിമിനേറ്റീവ്. audacity, അല്ലേ? The audacity. You come അതാണ് to my country and, you know, ഞാനും അതായിരുന്നു that's അല്ലെങ്കിൽ the whole thing ഓഡാസിറ്റി. of the whole thing of colonization is like, you come here and you call us natives as it's a bad word. Like, imagine നമ്മളിപ്പോ വേറൊരു കൺട്രി പോയിട്ട് the natives എന്ന് പറയുമ്പോ the natives are a very എന്താ പറയാ ഒരു derogatory term ആയി മാറി, as opposed to, you know, the people of the land. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടുമായിട്ട്. ലൈക്ക് ഹി ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് എ സംവാട്ട് റേസിസ്റ്റ് പേഴ്സൺ. UK ലാണ് റേസിസ്റ്റ് ആയിട്ടുള്ള സംഭാഷണം. ഇറ്റ് വാസ് എ വെരി കാം ആൻഡ് കാഷ്വൽ ടോക്ക്. വയലൻസ് ഒന്നും ത്രട്ടൻ ചെയ്തതല്ല. ആൻഡ് സായിപ്പ് ചോദിച്ചത് ഇതാണ്, why do you people come to our country? I mean, we don't come to yours. The ignorance, right? I mean, ആ ഒരു കൊച്ചു ഐലൻഡിലെ ആൾക്കാരാണ് അമേരിക്ക മൊത്തം കോളനൈസ് ചെയ്ത്, ഓസ്ട്രേലിയ കോളനൈസ് ചെയ്ത്, ന്യൂസിലൻഡ് കോളനൈസ് ചെയ്ത്, ലോകം മൊത്തം നടന്ന് മീൻസ് ഈ രാജ്യങ്ങളൊക്കെ പോയിട്ട് പ്രൈമറി പോപ്പുലേഷൻ, എത്നിക് പോപ്പുലേഷൻ അവരുടെ ആയി. അത് വേറെ കാര്യം. എന്നിട്ട് ഉള്ള രാജ്യങ്ങളെല്ലാം പോയി കച്ചവടവും വെട്ടിപ്പിടിക്കലും ഒക്കെ നടത്തിയിട്ട് കഴിഞ്ഞ 50 വർഷത്തെ കണക്ക് പറയുക. അതെ, ഇവിടെ അങ്ങോട്ട് പോയിട്ട് എത്ര ആയിട്ടുള്ളൂ? 10-25 വർഷമല്ലേ ആയിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ പറയുന്നത്. തിരിച്ചു കിട്ടി തുടങ്ങി പോയതല്ല. ഓടിച്ചിറക്കി വിട്ടപ്പോ വൈറ്റ് മാൻസ് ബേർഡൻ അല്ലേ നമ്മൾ പറഞ്ഞു ചുമക്കാൻ ഇല്ലല്ലോ. Nobody asked you. ആ സമയത്തുള്ള എല്ലാ ലിറ്ററേച്ചർ, കിപ്ലിംഗ് ആയാലും എല്ലാരും ഒരുപാട് സ്റ്റീരിയോടൈപ്സ് ഉണ്ടായിരുന്നു. സ്ഥിരം സാധനമാണല്ലോ മറ്റേ പാമ്പ് വെച്ചോണ്ടിരിക്കുന്നത്, പിന്നെ മറ്റേ മുള്ളു പലകയില് ഇരിക്കുന്ന സാമി,
ഹെർഗയുടെ ഇത് സ്ഥിരം സാധനമായിരുന്നു അത്. ഒരാന, ആനയുടെ ആ. മുകളിലുള്ള ലോകം മുഴുവൻ. കാളി Kali is പലപ്പോഴും so misunderstood. ഉം. ചില കഥകളൊക്കെ പ്യൂർലി കൊളോണിയൽ കൺസ്ട്രക്റ്റ് ആണ്. ഈ ഇന്ത്യൻ റോപ്പ് ട്രിക്ക് ഒക്കെ പലരും പറയുന്നത് അത് സായിപ്പന്മാരെ ഉണ്ടാക്കിയൊരു സംഭവമാണ്. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അല്ലെങ്കിൽ അത്ര പ്രോമിനന്റ് അല്ലായിരുന്നു. അങ്ങനെ കുറെ ഇതുണ്ട്. എനിവേസ്, I think അപ്പം ഷെർലക് ഹോംസിൽ ഇനി വലുതുണ്ടോ? we can move on. നമുക്ക് ബാക്കിയുള്ളവർക്കും കൂടെ സ്പേസ് കൊടുക്കാം. സൂപ്പർ സ്റ്റാറിൽ മാത്രം ഒതുക്കിക്കണ്ട. അപ്പോൾ ഐ എം ഷുവർ ലേഖ ഹാസ് ടു ടോക്ക് അബൌട്ട് അഗത ക്രിസ്റ്റി. ആ ഷെൽഫ് മൊത്തം അഗത ക്രിസ്റ്റിയ. ആ മുകളിലെ 3 ഷെൽഫ് മൊത്തം അഗത ക്രിസ്റ്റിയ. ഞാൻ ആക്ച്വലി ഇവിടെ വന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ ഓഫീസിൽ ബുള്ളറ്റിൻ ബോർഡിൽ ആരോ ഇട്ടൊരു ഇതായിരുന്നു, പിന്നെ ബുക്ക് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫുൾ കളക്ഷൻ ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാ ബുക്സ് ആയിരിക്കും. ഹാർഡ് ബൗണ്ട് അഗത ക്രിസ്റ്റി, all of 72 books. And those folders they contain magazines. ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. മിന്റ് കണ്ടീഷൻ അവർ ആ ഫയലിൽ ഇട്ട് വെച്ചേക്കാണ്. ആക്ച്വലി ഞാൻ പറ്റുവാണെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. മിന്റ് കണ്ടീഷന്റെ മാഗസീൻസ് ആണ് ദാറ്റ് കെയിം വിത്ത് ഈച്ച് ഓഫ് ദീസ് ബുക്സ്. ആൻഡ് ഐ കെൻ ടെൽ യു ഇറ്റ് വാസ് വൺ ഓഫ് ദി ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. കാരണം ഈ ബുക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് അന്ന് കാറില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കാർ ഉണ്ടോന്ന് എനിക്കറിയാം. നമ്മൾ ക്യാബ് എടുത്താണ് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കി ഇത് എങ്ങനെ കൊണ്ടുവരും ഇത്രയും ബുക്ക്. അത് തുള്ളിച്ചാടി പോയി ഞാനും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഓർത്തില്ല. അവസാനം അവിടെ ആ സ്ത്രീ ഞങ്ങൾക്ക് ഒരു ടബ് തന്നു ബുക്ക് ഇട്ടിട്ട് കൊണ്ടുവരാൻ. ഞാൻ ടബുകളിലാണ് ഈ ബുക്ക് കൊണ്ടുവന്നത്. വന്നു കഴിഞ്ഞിട്ട് ഇത് വയ്ക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല കുറെ കാലം എനിക്ക്. എന്നിട്ട് ഈ ടബിലായിരുന്നു കുറെ കാലം. പിന്നെയാണ് അതിന്റെ വീട് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഒരു മേജർ അഗത ക്രിസ്റ്റി ഫാനാണ്. പിന്നെ അഗത ക്രിസ്റ്റി ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് വായിച്ച ബുക്ക് വാസ് ആൻഡ് ദെൻ ദ നൺ. And I go through this phase of Agatha Christie where I pick up. ഒരു സമയത്ത് എനിക്ക് മിസ് മാപ്പിളിന്റെ ഇതായിരുന്നു. എനിക്ക് മിസ് മാപ്പിൾ വളരെ ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഞാൻ ഹെർക്യൂൾ പോയറോ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം. മിസ് മാപ്പിൾ ഇസ് നോട്ട് അരഗന്റ്. മിസ് മാപ്പിൾ ഇസ് സോ സ്വീറ്റ്, ഗ്രാൻഡ് മദർലി. ഈ ബാക്കിയുള്ള ആൾക്കാരുടെ അരഗൻസോ ഒബ്നോഷ്യസ്നെസ്സോ ഇല്ലാത്തൊരു ക്യാരക്ടറാണ് മിസ് മാപ്പിൾ. ആൻഡ് ഷീസ് ജെന്റ്ലി ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു എല്ലാ സ്ഥലത്തും ബാധകമുള്ളൊരു കാര്യം. പക്ഷേ സേസ് ഹ്യൂമൻ നേച്ചർ. അവർ താമസിക്കുന്ന സെന്റ് മേരീസ് മീൽ അങ്ങനെ എന്തോ ആണ് അവരുടെ ഇതിന്റെ പേര്, ആ വില്ലേജിന്റെ പേര്. ഐ കാൻ ക്വൈറ്റ് റിമെമ്പർ ഇറ്റ്. അവർ പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർ ഈ സ്ത്രീ ലോകം കണ്ടിട്ടില്ല എന്നൊരു ഈ സ്ത്രീയെ കുറിച്ചൊരു ഇതുണ്ട്. ലൈക്ക് അൺലൈക്ക് ഷെർലക് ഹോംസ് ഓർ അൺലൈക്ക് ഹെർക്യൂൾ പോയറോ, ഷീസ് നോട്ട് വെൽ ട്രാവൽഡ്. ഇവർ ഈ ഇതിൽ തന്നെയാണ് ജീവിച്ചേക്കുന്നത്. ഈ വില്ലേജിൽ ജീവിച്ച ഒരാളാണ്. ആ സ്ത്രീയുടെ ഇതെന്ന് പറയുന്നത് എല്ലാ ആൾക്കാരും നമ്മൾ കാണുന്നത് ആ വില്ലേജിന് അപ്പുറമുള്ള സ്വഭാവമുള്ള ആൾക്കാരില്ല. ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഹ്യൂമൻ നേച്ചർ ഇസ് നോട്ട് വെരി ഡിഫറെന്റ് എനിവെയർ. യു ആൻഡ് ഐ വി ആർ ഓൾ ദി സെയിം. അപ്പൊ ആ സ്ത്രീയുടെ കമ്പാരിസൺ വെൻ സംതിങ് ഹാപ്പൻസ് ഇസ് നാട്ടിലെ ലോക്കൽ ബേക്കറിന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. കുറച്ച് ഗോസിപ്പി ഒക്കെയാണ് പുള്ളിക്കാരത്തി. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് മേക്സ് ഹെർ എൻഡിയറിംഗ് ഫോർ മീ. അതാണ് എന്റെ ടേക്ക് ഓൺ മിസ് മാപ്പിൾ. Again, Agatha Christie novels is deeply racist ആണ് പല സമയത്തും. ഇഫ് യു റീഡ് ഡെത്ത് ഓൺ നൈൽ ഒക്കെ അവിടുത്തെ നേറ്റീവ് ആൾക്കാരെ കുറിച്ച് പറയുന്നതും, അതായത് ഈജിപ്തിൽ പോയിട്ട് അവരുടെ മമ്മീസ് തുറന്നുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അവിടുത്തെ നേറ്റീവ്സിനെ പുച്ഛാണ്. മമ്മീസ് ഓക്കെ, അവരുടെ ഗോൾഡ് ഓക്കെ, അവരുടെ ഡയമണ്ട്സ് ഓക്കെ, എല്ലാം ഓക്കെയാണ്. എന്നിട്ട് അവർ സൂപ്പർസ്റ്റിഷ്യസ് ആണെന്ന് പറയാണ്. നമ്മുടെ which is quite in a way quite disrespectful. നമ്മളൊരു ആർക്കിയോളജിക്കൽ ഇത് ചെയ്യുമ്പോൾ there was a culture, civilization അവിടെ, എന്നിട്ട് you don't have to diss അവിടുത്തെ ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നു. On the whole, Agatha Christie is next level. She was a prolific writer. 72 books പുള്ളിക്കാരത്തി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. almost every 6 months I think she used to publish. എനിക്ക് ഫീൽ ചെയ്ത് ബുക്സ് കാണുമ്പോൾ. പക്ഷെ there is a little anecdote about her. She goes missing for 12 days. ആ കഥ നിങ്ങൾക്ക് ഞാൻ ആ ബുക്ക് വായിക്കാൻ ശ്രമിച്ചു, പകുതി വഴി ഉപേക്ഷിച്ചു. ഒരു കഥ ഉണ്ടായിരുന്നു. അതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് പുള്ളിക്കാരത്തിയുടെ. അത് പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ്, ഐ തിങ്ക് ഷീ ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ഹീസ് ഹാവിങ് an affair എന്നെന്തോ ആണ്.
പുള്ളിക്കാരത്തി കാർ എടുത്ത് പോയിട്ട് പുള്ളിക്കാരത്തിയുടെ കാറ് വീട്ടിൽ നിന്ന് എത്രയോ ദൂരത്തിൽ, ഒരു 2-3 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് കാറ് കിടക്കുന്നത്. ഷീസ് ഗോൺ മിസ്സിംഗ്. ഷീ വേക്സ് അപ്പ്. വെൻ ഷീ വേക്സ് അപ്പ് ഷീ വാസ് ഇൻ മോട്ടൽ സംവെയർ. 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഷീ ഹാസ് നോ മെമ്മറീസ് ഓഫ് വേർ ഷീ ഹസ് ബീൻ. ഷീ ഹസ് സീറോ മെമ്മറീസ്. ഇന്നും ഇറ്റ്സ് എ ഗ്യാപ്പ് in where she has been. There's a lot of speculations. There are a few books that have come out. Malayalamil there's a book. നമ്മുടെ ശ്രീ പാർവതി എഴുതിയ ഒരു ബുക്ക് ഉണ്ട്, അഗത ക്രിസ്റ്റിയുടെ ഒരു ബുക്ക് ഉണ്ട്. അതുപോലെ ഇംഗ്ലീഷിലൊരു ബുക്ക് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട്, പേര പാലസ് എന്ന് പറഞ്ഞിട്ട്. പേര പാലസ് നെക്സ്റ്റ് ലെവലാണ്, ഇതൊന്നും പോരാത്തതിന്. പേര പാലസ് ടോക്സ് അബൌട്ട് ഒരു ടൈം ട്രാവൽ മാരത്തിലുള്ള ഒരു കഥയൊക്കെ ഉണ്ട് അതിനകത്ത്. ഇഫ് യു വാണ്ട് ടു വാച്ച്, ഇറ്റ്സ് എ ടർക്കിഷ് സീരീസ്. But that is Agatha Christie, a woman full of mystery who wrote mystery novels. എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഡാപ്റ്റേഷൻസ് ഉള്ള മൂവി അഡാപ്റ്റേഷൻസ് ഉള്ളത് അഗത ക്രിസ്റ്റിയുടെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ആൻഡ് ദെൻ ദേർ വെയർ നൺ. അതും കുറച്ച് അതിന്റെ ടൈറ്റിൽ തന്നെ കുറച്ച് റേസിസ്റ്റ് ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈറ്റില് 10 ലിറ്റിൽ ഇന്ത്യൻസ് എന്നോ 10 ലിറ്റിൽ എൻവേർഡ് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ അതിലെ ട്വിസ്റ്റ് ഒരു അപാര ട്വിസ്റ്റ് ആണ്. ആരാണെന്നുള്ളതിന്റെ ആ ട്രോപ്പ് കുറെ വട്ടം ഉപയോഗിച്ച് നമുക്ക് അതിനൊരു വിലയില്ലതായിട്ടുണ്ട്. But I still wonder the first time I read about it. വളരെ സ്ട്രേഞ്ച് വേസ് ഓഫ് കില്ലിംഗ് പീപ്പിൾ ആണ്. ഒരിക്കലും ആലോചിക്കാത്ത മെത്തേഡ്സ് ഓഫ് മർഡർ. പിന്നെ ഞാൻ മിസ് മാർപ്പിൾ വായിച്ചിട്ടില്ല. പോയിറോ അധികവും ഞാൻ BBC-യുടെ ഒരു സീരിയലാണ് കണ്ടിട്ടുള്ളത്. ഇറ്റ് റാൻ ഫോർ 25 years. ഐ തിങ്ക് എനിക്ക് നടന്ന പേര് ഓർമ്മയില്ല, പക്ഷെ ദൂരദർശനില് പണ്ട് വന്നിരുന്നതാണ്. സെയിം റിക്കറിംഗ് ക്യാരക്ടറിന്, അതായത് ഒരു ക്യാരക്ടറിന് ഏറ്റവും കൂടുതൽ പോർട്രേ ചെയ്ത റെക്കോർഡുള്ളത് ആ സീരീസിലാണ്. അത് 20 years കണ്ടല്ലേ, മീൻസ് എത്ര എനിക്ക് ഓർമ്മയില്ല. അതെ, എത്ര ഇയേഴ്സ് ആണ്. പിന്നെ BBC-യുടെ സീരിയലാകുമ്പോ 25 years ചിലപ്പോ 10 എപ്പിസോഡൊക്കെ കാണത്തുള്ളൂ. അങ്ങനത്തെ അപ്പോ ആ ആക്ടറിനാണ് റെക്കോർഡുള്ളതെന്ന് പറയുന്നത്. ഹെർക്യൂൽ പോയറോ ആണ് ക്യാരക്ടർ. അതാണ് ഏറ്റവും കൂടുതൽ പോർട്രേ ചെയ്യപ്പെട്ട ക്യാരക്ടർ. ഇപ്പൊ കെനത്ത് ബ്രാനയുടെ സിനിമകൾ ലാസ്റ്റ് വന്ന പടങ്ങൾ അതെല്ലാം നല്ലതാണ്. ഡെത്ത് ഓൺ ദ നൈൽ ഭയങ്കര ഇഷ്ടമാണ്. മർഡർ ഓൺ ദ ഓറിയന്റ്. ജോണി ഡെപ്പ്. The Phantom of Venice. ഞാനിപ്പം മർഡർ ഓൺ അത് ദ കുറച്ച് അത് ഡാർക്ക് ആയിരുന്നു, ഭയങ്കര ഒരു ബോറിംഗ് ആയിരുന്നു. അതൊരു തരം എന്താ പറയാ, അത് ഹൊറർ പോലെ എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഒരു ഹൊറർ സിനിമ പോലെ എനിക്ക് ഇരുട്ടത്തെടുക്കുന്ന സിനിമകൾ എനിക്കൊന്നും കാണാറില്ല. നിങ്ങൾ സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്നും കാണുന്നില്ല ഇരുട്ടത്ത്. അത് നൊളാനാണ് തുടങ്ങിയത്, ബാറ്റ്മാൻ വെച്ചിട്ട്. അത് നോളനെ കുറ്റം പറയണം. കാരണം പുള്ളി അങ്ങനെ ഡാർക്ക് ഹീറോ എടുത്തു കഴിഞ്ഞിട്ട് എല്ലാരും ഡാർക്കിലോട്ടാ പോയേക്കുന്നത്. സൂപ്പർമാൻ വരെ മാൻ ഓഫ് സ്റ്റീല് ഒരു കാര്യമില്ല. അത് ക്രിസ്റ്റഫർ നോളാനല്ല, ജോനാഥൻ നോളാൻ അനിയനായിരുന്നു. ചേട്ടനോ അനിയനോ ആരാട്ടായിരുന്നു. അല്ല, അതിൽ ആ ട്രെൻഡാണ്. അതിനാണ് പുള്ളിയാണ് തുടങ്ങിയത്. ബാറ്റ്മാൻ ഇരുട്ടാക്കി, അത് കഴിഞ്ഞപ്പോ എല്ലാരും ഫുൾ ഇരുട്ട്. അതാരോ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, യു ആർ ടു ഡാർക്ക് മാൻ, ഐ യു ഷുവർ യു ആർ നോട്ട് ഫ്രം DC എന്ന് ചോദിക്കുന്നില്ല. ഡെഡ്പൂൾ അത് വലിയൊരു അടിയായിപ്പോയി DC. കാരണം ഈ എൻഡ് ഗെയിം ഒക്കെ പോയി, അവഞ്ചേഴ്സ് ഒക്കെ പോലെ ഇവരെല്ലാം ഒരുമിച്ച് വന്നപ്പോ എല്ലാരും ഡാർക്ക്. ആരുമില്ല ഒരു കോൺട്രാസ്റ്റിംഗ് പേഴ്സണാലിറ്റി, ഒന്നുമില്ല. എല്ലാരും ബ്രൂഡിങ് ഡാർക്ക്. ആരോ പിടിച്ച് എന്തോ ഒരുമിച്ച് ഗ്രൂപ്പ് പ്രൊജക്റ്റിൽ ഇരുത്തിയ കുറെ പിള്ളേരെ പോലെ. ഞാനിപ്പോ എന്റെ കയ്യിലിപ്പോ ഒരു അഗത ക്രിസ്റ്റി ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്തോണ്ട്, ഗ്രാഫിക് നോവൽ നന്നായിട്ടുണ്ട്. പിന്നെ എന്റെ പടം ഷെയർ ചെയ്യാം. ഞാൻ അഗത ക്രിസ്റ്റി ആദ്യം വായിക്കുന്നത് ആക്ച്വലി ഹെർക്യൂൽ പോയറോ എന്നുള്ള ക്യാരക്ടർ. പോയറോ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനിലായിരുന്നു. അതായത് 10th കണ്ട് നമുക്ക് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുമല്ലോ CBSE എക്സാമിന് മുമ്പ്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ചെറിയൊരു ഷോർട്ട് എക്സാപ്റ്റാണ്. അത് ഏത് എന്നോ എനിക്കറിയില്ല. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇയാൾക്ക് ട്യൂബർക്കുലോസിസോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ. അപ്പോൾ ലാസ്റ്റ് ഒരു പുള്ളിയുടെ ഡയലോഗ് വെക്കുന്നുണ്ട്, മൈൻഡ് ഇഫ് ഐ സ്മോക്ക് എന്ന് ചോദിക്കുന്നുണ്ട്, പോയറോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയാ ഓക്കെ എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇവൻ പുറത്തിറങ്ങി, അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറയും അവനാണ് അവനാണ് കൾപ്രിറ്റ് എന്ന് പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ ചെയ്ത ആൾ. അപ്പോൾ ഇത് എന്താണ് അതിന് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് പുള്ളി ഡെഡ്യൂസ് ചെയ്തത് ഇയാളാണ് കൾപ്രിറ്റ് എന്ന്? ആ സമയത്ത് തോന്നിയില്ല, കാരണം ഇയാൾ ക്ലൂ ഫ്രണ്ടിൽ തന്നെ ഇട്ടിരിക്കുക, ഇൻ ദ ഓപ്പൺ. ട്യൂബർക്കുലോസിസ് ഉള്ള ആളുടെ മുമ്പിൽ വെച്ച് സ്മോക്ക് ചെയ്യാൻ പാടില്ല, അയാൾ സമ്മതിക്കില്ല. അപ്പോൾ അത് ആണ് ഇങ്ങനെ ഉദ്ദേശിച്ചത്. നമുക്കതൊന്നും മനസ്സിലായില്ല. ടീച്ചർ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ ഇയാൾ കൊള്ളാലോ, ഇത് ആരാണ് ഓദർ എന്നൊക്കെ അന്വേഷിച്ച് അന്നാണ് ആദ്യമായിട്ട് ഇതാണ് അഗത ക്രിസ്റ്റി, ഓക്കെ അങ്ങനെ ഒരാളുണ്ടല്ലേ. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കൊച്ചച്ഛൻ്റെ ഇതിൽ ബുക്സിൻ്റെ ഷെൽഫിൽ ഒരു ബുക്ക് ഇരിക്കുന്നു, 13 for Luck, 13 സ്റ്റോറീസ് ഫ്രം അഗത ക്രിസ്റ്റി. പലതും ഉണ്ട്. ജെയിൻ മാർപ്പിൾ ഉണ്ട്, പോയിറോ ഉണ്ട്, അങ്ങനെ കുറേ കഥകളുണ്ട്. പക്ഷേ ആ സമയത്ത് അത് വായിച്ചിട്ട് തലയിൽ കയറിയില്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അന്വേഷിച്ചപ്പോൾ ബുക്ക് പോയി, അതിൻ്റെ പാട്ടിന് പോയി. പിന്നെ അത് വിക്കി സോഴ്സിൽ നിന്നാണ് കിട്ടുന്നത് ഇതേ സാധനം. ഇത് കിട്ടി, ഇത് വായിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പോയിറോ ഇൻവെസ്റ്റിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് സ്റ്റോറീസ് അത്ര വലിയ മെച്ചമൊന്നുമില്ല, എന്നാലും ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഷോർട്ട് സ്റ്റോറിക്കകത്ത് നമുക്ക് ചെറിയ സ്പേസിൻ്റെ ഉള്ളിൽ മിസ്റ്ററി പറഞ്ഞു വെക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ട് പോലും നോവൽസിലാണ് പുള്ളിക്കാരി അത് പരത്തി എഴുതുമ്പോഴാണ് കുറേ കൂടി അങ്ങനെയല്ല സാധാരണ സംഭവിക്കാറ്. പരത്തി എഴുതുമ്പോഴാണ് ഒരു ഭംഗി തോന്നുന്നത്. ആക്ച്വലി ഒരു ക്ലോഷർ വരുമെന്ന് പറയുന്നില്ല, അത് സത്യം പറഞ്ഞാൽ അത് നോവൽ വായിക്കുമ്പോൾ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്ററിയില് റീഡറിനെ ഇങ്ങനെ കുറെ നേരം സ്റ്റൂ ചെയ്യാൻ വിടണം, നല്ലപോലെ ഇറച്ചി വെന്ത് കഴിഞ്ഞാല്. അല്ല, കോൺട്രറി ടു ഷെർലക് ഹോംസ് നമുക്ക് മിക്കവാറും എല്ലാ ക്ലൂവും കൈ തന്നിട്ടാണ് ഡെഡ്യൂസ് ചെയ്യാൻ വിടുന്നത്. നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ എന്താ പറയുക, ഹോങ്കാക്കൂസ് പോലെ നമ്മുടെ ജാപ്പനീസ് ലിറ്ററേച്ചർ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ തരുന്നുണ്ട്. അല്ലാതെ ഷെർലക് ഹോംസ് പോലെ എനിക്ക് ഇയാളുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു, ഞാൻ മറ്റേ CIA എന്തെങ്കിലും ഇൻ്റലിജൻസിലുള്ള ആളുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഇതാണ് കിട്ടിയെന്നൊക്കെ ഒന്നും പറയുന്നൊന്നുമില്ല. നമുക്ക് ആ ഇൻ്റലിജൻസ് ഒന്ന് നമ്മുടെ മുമ്പിലുണ്ട്, എല്ലാ ഡീറ്റെയിൽസ് മിക്കവാറും എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ ഫ്രണ്ടിലുണ്ട്. എന്നിട്ടാണ് ഡെഡ്യൂസ് ചെയ്യാൻ വരുന്നത്. കുറച്ചൊക്കെ ഉണ്ട്, ചില മിസ്റ്ററീസൊക്കെ ഉണ്ട്, എന്നാലും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ അല്ല, കുറേ കൂടി അങ്ങേര് കുറേ ഫ്ലാഷി ഇങ്ങനത്തെ ഒരു ഒബ്നോഷ്യസ് ക്യാരക്ടറൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ പൊയ്റോ അതുകൊണ്ടല്ല, പൊയ്റോയിൽ കുറേ കൂടി നമ്മളെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പോയിറോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഉടുപ്പുകളിൽ എന്തെങ്കിലും കറയായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഹേർട്ട് ഹിം മോർ ദാൻ എ ബുള്ളറ്റ് വൂണ്ട് എന്ന് പറയുന്നത്. ഷോയിങ് ദ പെർഫെക്ഷൻ ഓഫ് ഹിസ് ഡ്രസ്സിങ്. അതേപോലെ പുള്ളി എത്തിക്സിനെ ഭയങ്കരമായിട്ട് പിടിച്ചു വെക്കുന്ന ഒരാളാണ്. മർഡർ ഓൺ ദ ഓറിയന്റ് എക്സ്പ്രസ് ഇത് ഞാൻ സീരിയലിൽ കണ്ടതാണ്, എനിക്കത് കഥയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ലൈക്ക് അതിന്റെ ഒരു അവസാനം എന്ന് വെച്ചാല് ഒരു ചൈൽഡ്സ് മർഡർ അവെഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണല്ലോ ഒരുപാട് ആൾക്കാർ. ആൻഡ് ഹീസ് അണ്ടർ പ്രഷർ ലൈക്ക് ടു ലെറ്റ് ഇറ്റ് ഗോ ബിക്കോസ് ദാറ്റ് ഈസ് ജസ്റ്റിസ് according to many, even to the reader. But for him, it's a huge internal conflict. അതിന്റെയാണ് എൻ്റെ ഇപ്പൊ ഗ്രാഫിക് നോവൽ ഇരിക്കുന്നത്. അതെ, ഓക്കെ. അതിന്റെ നോവലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇൻ ദ സീരിയൽ ഹീസ് വെരി ടോൺ ബിറ്റ്വീൻ ലൈക്ക് upholding that law of the land versus letting them go because our case of justice denied ആണ്. വേറെ വഴിയില്ല, അല്ലാതെ ഒരു വിജിലാൻറ്റി ജസ്റ്റിസ് അല്ല, അവർക്ക് കുറ്റവാളി രക്ഷപ്പെട്ടതിന്റെ ഒരു രക്ഷപ്പെട്ടതിന്റെ ഒരു അമർഷം. സോ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ബിക്കോസ് ഹി വാണ്ട്സ് ടു സ്റ്റിക്ക് ടു ഹിസ് സെറ്റ് ഓഫ് റൂൾസ്. ഷെർലക് ഹോംസ് അങ്ങനെയല്ല. പുള്ളി എന്താ പറയുക, പുള്ളിയുടെ ജസ്റ്റിസ് കൺസെപ്റ്റ് സാധാരണ ആൾക്കാരായിട്ട് പുള്ളി കുറച്ച് ആന്റൈ സിസ്റ്റം ആണല്ലോ, അതും കൂടെ കൊണ്ടാണ് പുള്ളി സിനിക്കലാണ് അബൌട്ട് ദി സിസ്റ്റം. പുള്ളി ഏതൊരു ഒരെണ്ണത്തിനകത്തൊരു ബ്ലാക്ക് മെയിലർ മരിക്കുന്ന he gets killed by one of his intended victims. ഷെർലക് ഹോംസ് പോലീസിനോട് പറയേ ഞാനൊന്നും കണ്ടിട്ടില്ല, he has seen the murderer. പുള്ളി പറയും no, I haven't seen anyone. കള്ളം പറയും. I just want to point that out.
I think Agatha Christie ഒരു വെരി വിക്ടോറിയൻ റെലം ഓഫ് ഇതെന്നാണ് തോട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്നാണ് വരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വെരി പ്രിം ആൻഡ് പ്രോപ്പർ. ഈസ്റ്റയുടെ ക്യാരക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും വളരെ എന്താ പറയാ ആ ഒരു ബ്രിട്ടീഷ് സ്റ്റൈൽ ഓഫ് യുനോ കുറെ ഫോർമലാണ്, കുറെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആ ഒരു മോഡലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ മിസ് മാപ്പിൾ ആണെങ്കിലും പുള്ളിക്കാരി ഒരു ജെന്റിൽ ലേഡിയാണ്. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഈ പല ബുക്കുകളിലും കാണുന്ന ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റ് വരുമ്പം ദർ ഇസ് എ ട്രോപ്പ്. ഇപ്പൊ ഒക്കെ ഷീസ് ടു ബാഡ് മൗത്ത്, ഷീസ് ടു ഹാവ് ഒരു സർട്ടൻ ട്രോപ്പ് ഉണ്ട്. ആൻഡ് മിസ് മാപ്പിൾ വാസ് നോട്ട് ലൈക്ക് ദാറ്റ് അറ്റ് ഓൾ. ഷീസ് ജെന്റിൽ, ഷീസ് ലൈക്ക് എ ഗ്രാൻഡ് മദർ. അതുപോലെ ടോമി ആൻഡ് ടപ്പൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പിൾ ഉണ്ട്. ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരൊരു കപ്പിളാണ് ടോമി ആൻഡ് ടപ്പൻസ്. ഇതുമാരെ അവർക്കൊരു ഡിറ്റക്റ്റീവ് ഏജൻസി ഉണ്ട്. അതിലും ഈ ടോമി ആൻഡ് ടപ്പൻസും തമ്മിലുള്ള ഇക്വേഷൻ ഇസ് വെരി അന്നത്തെ കാലത്ത് ഒരു പൊതുബോധത്തിനെ സന്തോഷിപ്പിക്കുന്ന മരത്തിലുള്ള ഒരു കപ്പിളാണ് അവർ. അതാണ് എനിക്ക് തോന്നുന്നു ആർത്തർ കോണൻ ഡോയിൽ അങ്ങനെയല്ല. വെരി കൺഫോമിംഗ് ആണ് എല്ലാവരും, ക്യാരക്ടേഴ്സ് എല്ലാവരും. അതെനിക്ക് അഗത ക്രിസ്റ്റിയെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വേറൊരു ഒബ്സർവേഷൻ. അപ്ഹോൾഡിങ് ബ്രിട്ടീഷ് വാല്യൂസ്, വിക്ടോറിയൻ വാല്യൂസ്, റേസിസത്തിനോടൊപ്പം. വേറെ ആരൊക്കെയാ ഉള്ളത് അഗത ക്രിസ്റ്റിയും കോനൻ ഡോയിലും അല്ലാതെ? അന്നത്തെ കാലത്തോ മറ്റേ ഇത് ഒരു ഫാദർ ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു സിമയോൺ അല്ലേ, സിമയോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് ഓഥർ ആണോ? ഫ്രഞ്ച് ഓഥർ. ബട്ടർഫ്ലൈ എന്തോ ഒരു മൈഗ്രേറ്റ് എന്നാണ് ഡിറ്റക്റ്റീവിന്റെ പേര്. ഞാൻ അധികം വായിച്ചിട്ടില്ല. നമ്മുടെ മരിയ റോസ് അറിയില്ലേ? മരിയ റോസ് നമ്മുടെ ഭീതികഥകളൊക്കെ എഴുതിയ മരിയ റോസ് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് അതിനെ പറ്റി മെൻഷൻ ചെയ്യാറുണ്ട്. മൈഗ്രേ മറ്റേ ഇതുണ്ട്, സീരീസ് ഒക്കെ ഉണ്ട്. മൈഗ്രേ സീരീസ് ഉണ്ട്, സിനിമയുണ്ട്. മൈഗ്രേ ചെയ്ത് ഇയാളാണെന്ന് തോന്നുന്നു ചെയ്തത്, നമ്മുടെ റോവാൻ ആറ്റ്കിൻസൺ ആണെന്ന് തോന്നുന്നു മൈഗ്രയുടെ അഡാപ്റ്റേഷനിൽ ടൈറ്റിൽ ക്യാരക്ടറായിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഞാൻ നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. അതായത് എന്താ പറയുക, ടെയിൽസ് ഓഫ് മിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഡിഫറെൻറ്റ് ഓതേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത വർക്ക്സ് ഉണ്ട്, ക്യൂറേറ്റ് ചെയ്തത്. പുള്ളിക്കൊരു മാഗസിൻ ഉണ്ടായിരുന്നു, മിസ്റ്ററി മാഗസിൻ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ക്യൂറേറ്റ് ചെയ്ത കുറച്ച് 13 കഥകൾ, 14 കഥകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് ലൈബ്രറിയിൽ ഞാനിവിടെ എനിക്ക് ലൈബ്രറി മെമ്പർഷിപ്പ് കിട്ടിയപ്പോൾ, അതായത് കോളേജിൽ പോകുന്നതിന് മുമ്പ് +2 വായിച്ച് തുടങ്ങിയ ബുക്കായിരുന്നു, വായിച്ചാണ്. അപ്പോൾ അതൊന്നുകൂടി ഈ അടുത്ത് പോയപ്പോൾ ഒന്നുകൂടി എടുത്ത് കൊണ്ടുവന്നത് വായിച്ചു. അപ്പോൾ അതിനകത്ത് ഓഗസ്റ്റസ് ഡെൽറത്ത് എന്നൊരു ഓഥറുടെ പേര് അങ്ങനെ എന്തോ ആണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ ഷെർലക് ഹോംസിൻ്റെ ഒരു പാസ്റ്റീഷ് ക്യാരക്ടർ, അതായത് പാസ്റ്റീഷ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പാരഡിയാണ്, ഇമിറ്റേഷൻസ് ആണ്, റെസ്പെക്റ്റ്ഫുൾ ഇമിറ്റേഷൻസ് ആണ്. അതിൻ്റെ പേര് സോളാർ പോൺസ് എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. ഓൾമോസ്റ്റ് ലൈക്ക് ഷെർലക് ഹോംസിൻ്റെ മീൻസ് ആക്ച്വലി കോനൻ ഡോയിൽ മരിച്ചു കഴിഞ്ഞിട്ട് ഷെർലക് ഹോംസിൻ്റെ സ്റ്റോറി ലൈൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് പുള്ളിയുടെ ഫാമിലീനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് കൊടുത്തിരുന്നത് ഇദ്ദേഹത്തിനായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമിറ്റേഷൻസ്, അതായത് ഈ സോളാർ പോൺസ് ഒരുപാട് നോവൽസും ഷോർട്ട് സ്റ്റോറീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞ ഓഥറിൻ്റെ. അങ്ങനെ തന്നെയാണ് പേര് തോന്നുന്നു, ഓഗസ്റ്റസ് ഡെൽറത്തോ അങ്ങനെ എന്തുകൊണ്ട് പേര്. അപ്പോൾ അയാളുടെ ഒരു സ്റ്റോറി അതിനകത്തുണ്ട്, ഓൾമോസ്റ്റ് ലൈക്ക് ഷെർലക് ഹോംസ് ആണ്. പുള്ളിക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, ക്യാരക്ടറിൻ്റെ പേര് സോളാർ പോൺസ് എന്നാണ്. അയാളും ഒരു അഡിക്റ്റാണ്, ആക്ച്വലി പുള്ളി ഒരു ടൊബാക്കോ അഡിക്റ്റാണ്. അങ്ങനെ മിക്കവാറും എല്ലാ ക്യാരക്ടേഴ്സും മീൻസ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട് ആ ക്യാരക്ടറിൻ്റെ. ഡിഡക്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. മീൻസ് ദി ഇൻസ്പിറേഷൻ ഇസ് സ്ട്രോങ്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് കൂടുതൽ ചാൻസ് പറഞ്ഞിരുന്നത്. സംഹൗ ദ ഫാമിലി റിജക്റ്റഡ്, അതായത് ആ ലെഗസി അവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാൻ പറഞ്ഞു, അത് കണ്ടിന്യൂ ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ആ സമയത്ത് ഒരുപാട് പേര് ഇത് ഇമിറ്റേറ്റ്, മീൻസ് ട്രെൻഡ് സെറ്റർ ആണല്ലോ ഈ എന്താ പറയുക, ഫെയ്ത്ത്ഫുൾ ആൻഡ് അൺഫെയ്ത്ത്ഫുൾ കോപ്പീസ്, അഡാപ്റ്റേഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അതുകൂടി പറയുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? പിന്നെ എനിക്ക് സോറി, ഞാൻ ഒരു കാര്യം, ഈ ഓഥറിന്റെ ഡെത്ത് കഴിഞ്ഞിട്ട് ആ സെയിം ക്യാരക്ടറിന്റെ പേരിൽ ഗോസ്റ്റ് റൈറ്റേഴ്സിനെ വെച്ച് എഴുതുന്ന ഒരു പ്രവണതയുണ്ട്. സിഡ്നി ഷെൽഡന്റെ ഉണ്ട്. ഇപ്പം നമ്മള് കോണൻ ഡോയിലിന് അഗത ക്രിസ്റ്റിയുടെ വന്നിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുമാതിരി മറ്റേ
The Girl with the Dragon Tattoo. അതൊരു 3 book. It was supposed to be a 10 Stieg book Larsson. series. Stieg Larsson. They tried. I've not read book 4. I've only read the first 3. How do you feel about it? General ആയിട്ട് question ചോദിക്കാം. How do you ഷെൽഫിൽ ഇരിപ്പുണ്ട്, ഇതുവരെ എടുത്തില്ല. I think it's perfectly fine. I mean, as long as it's done legally, like, you know, Yeah, of course. ഫാമിലിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രസ്റ്റിന്റെ ഒക്കെ ഒരു പെർമിഷൻ എടുത്തിട്ട് ചെയ്യുന്നത്. കാര്യം പറയാൻ വേറൊന്നുമല്ല, പലപ്പോഴും പല മാഗ്നം ഓപ്പസുകളും ചിലപ്പം ഒരു ക്ലോഷർ ഇല്ലാതായി പോകും. എനിക്ക് ഒരു പേടിയുള്ളത് അതാണ്, സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ അത് കംപ്ലീറ്റ് ആകുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഐ തിങ്ക് പുള്ളി അതിനു മുമ്പ് പുള്ളിയുടെ ഫ്യൂസ് പോകുമെന്നുള്ള സംശയമുണ്ടല്ലേ. ചിലപ്പോ അല്ല, അത് നമ്മുടെ ഫ്യൂസ് ടോൾക്കിയന്റെ കേസിൽ അത് സംഭവിച്ചിട്ടുണ്ടല്ലോ. മറ്റേ അങ്ങേരുടെ അൺഫിനിഷ്ഡ് ടേൽസ് ഒക്കെ അയാളുടെ മോനാണ് എഴുതി തീർത്തത്. എനിക്ക് പക്ഷെ സിൽമാരില്ലൻ പോലും വായിച്ചു തീർക്കാൻ പറ്റിയില്ല. സിഡ്നി ഷെൽഡന്റെ പല വർക്ക്സും പുള്ളിയുടെ ഗോസ്റ്റ് റൈറ്റിംഗ് അല്ലേ? ലാസ്റ്റ് വന്ന കുറെ എണ്ണം, പാവിഡ് പവീലിയൻ, ടില്ലി ബാക്ക് ഷോ എന്നാണ് പേര്. പുള്ളിക്കാരി ഒരു ആദ്യം ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്, അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ ഈ മറ്റേ നമ്മളന്ന് പറഞ്ഞില്ലേ സ്റ്റാർ ഷൈൻ ഡൗൺ അല്ല, ആർ യു അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്, അത് മുതൽ താഴത്തേക്കുള്ളതെല്ലാം പാവിഡ് പവീലിയൻ, അങ്ങനെ നമ്മൾ കേൾക്കാത്ത കുറെ സാധനങ്ങൾ ഒക്കെ പുള്ളിക്കാരിയാണ് ചെയ്തത്. പുള്ളിക്കാരി വൺ ലൈനേഴ്സ് ആയിരുന്നു പലതും, അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക ചെയ്തെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഡയറി വെച്ചിരുന്നു, അതിനകത്ത് കുറേ വൺ ലൈനേഴ്സ് ഉണ്ടായിരുന്നു. ഈ സിഡ്നി ഷെൽട്ടൻ്റെ നേഴ്സ് ഒരു മലയാളിയായിരുന്നു. ഒരു പുള്ളിക്കാരി ആയിരുന്നു ലാസ്റ്റ് അവസാനം കെയർ ടേക്കർ പുള്ളിക്കാരിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയാണ് ഇതൊക്കെ പറയുന്നത്. ഈ അവരുടെ കൂടെ ഒരു ഫോട്ടോ പണ്ട് ഇതിൽ വന്നതാണ്, മനോരമയുടെ ഞായറാഴ്ച പതിപ്പിൽ. മനോരമയാണത് പുറത്തു കൊണ്ടിരുന്നത്. സിഡ്നിക്ക് ഇഷ്ടം പുട്ടും കടലേ ഇല്ല, ഭാഗ്യം പുള്ളിക്കത് കഴിക്കുന്ന ആ ഒരു അവസ്ഥയായിരുന്നില്ല എന്തുകൊണ്ടാന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല, കഞ്ഞിയും പയറുമായിരിക്കും, കുഴപ്പമില്ല, ഇതൊന്നും പറയാൻ പാടില്ല. അപ്പൊ നമുക്ക് അല്ല, പണ്ടെങ്കോ കേരളത്തിൽ വന്നുപോയതായിരിക്കും കേട്ടോ. അല്ല, ഫൈനൽ ഡേയ്സിൽ പുള്ളിക്കാരിയായിരുന്നു കെയർ ടേക്കർ. അതൊരു ഫോട്ടോ ഉണ്ട്, ഒരു ഡെത്ത് മീൻസ് ആക്ച്വലി ബെഡിലാണ് പുള്ളി ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ട്. അതിന്റെ ചിലപ്പം അതിന്റെ ആയിരിക്കും എനിക്കതൊരു മിസ്മാച്ച് ആയിട്ടാണ് തോന്നിയത്. പുള്ളിയുടെ ലാസ്റ്റ് നോവല്, ലാസ്റ്റ് അല്ല, ലൈക്ക് ആർ യു അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക്, I feel that it was a very inferior work compared to Sands of Time or ബാക്കിയുള്ള ബുക്സ്. ഞാൻ ആദ്യം വായിച്ചത് ഇതാണ്. ഐ വാസ് നോട്ട് വെരി ഇംപ്രസ്ഡ്. നമ്മൾ ഇനി ഒരുപാടുണ്ട് ഹൂഡനറ്റ്സ്. ഇപ്പം നമുക്കൊന്ന് പോസ് ചെയ്യാം, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം. ടിൽ ദെൻ, ദിസ് ഇസ് എഴുതാപ്പുറം സൈനിങ് ഓഫ്. ദിസ് ഇസ് സന്ദീപ്, ലേഖ, കൃഷ്ണകുമാർ ആൻഡ് അനൂപ്. ബൈ.